വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ RX100, RX135, RxZ ഈ 3 വണ്ടികളും വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ കണ്ടിരിക്കേണ്ട 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ വണ്ടി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ എന്താണെങ്കിലും ഈ വീഡിയോ മൊത്തമായിട്ട് കാണണം. പിന്നെ അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നേരെ വീഡിയോ ഇട്ട് പോകാം. അപ്പോൾ ഒന്നാമത്തെ കാര്യമാണ് RC ബുക്ക്, എഞ്ചിൻ നമ്പർ, ചേസ് നമ്പർ. അപ്പോൾ ഈ RC ബുക്കിൽ കാണാൻ പറ്റും നിങ്ങൾക്ക് ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ എന്നുള്ളടത്ത് Yamaha RxZ മോട്ടോർ സൈക്കിൾ. അപ്പോൾ നിങ്ങളെ വണ്ടീൻ്റെ പേര് അത് തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ നമ്മളെ കൂട്ടുകാരൻ്റെ വണ്ടിയൊക്കെ ഉണ്ട്, RxZ ആണ് അവൻ്റെ വണ്ടി. പക്ഷെ അവൻ്റെ വണ്ടീൻ്റെ പേര് ഇവിടെ Rx100 മോട്ടോർ സൈക്കിൾ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ ക്രക്സ് എന്ന് വരെ പേരുള്ള RXകളുണ്ട്. ഒരു RX100 ക്രക്സ് എന്നാണ് RC ബുക്കിൽ അതിൻ്റെ പേര്, Yamaha ക്രക്സ് എന്ന്. അപ്പം പേര് ശ്രദ്ധിക്കുക. ഒന്നെങ്കിൽ അന്നത്തെ അച്ചടി പ്രശ്നമാവും, എല്ലാം ഉണ്ടെങ്കിൽ എന്തെങ്കിലും തട്ടിപ്പ് അതിന് പിന്നിലുണ്ടാവും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ചേസ് നമ്പറും എഞ്ചിൻ നമ്പറും. ചേസ് നമ്പറും എഞ്ചിൻ നമ്പറും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താ വെച്ചാൽ ഒരുപാട് വണ്ടി നമ്മുടെ നാട്ടിലുണ്ട്. അതിൽ എല്ലാതും 100% പെർഫെക്റ്റ് ആയിട്ട് ഓടുന്ന വണ്ടിയല്ല. ഒരുപാട് തട്ടിപ്പും പരിപാടികളൊക്കെ ഇതിൽ നടക്കുന്നുണ്ട്. അപ്പം ചേസ് നമ്പറും എഞ്ചിൻ നമ്പറും എങ്ങനെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എഞ്ചിൻ നമ്പർ വണ്ടിയുടെ ഈ ഭാഗത്തായിട്ടാണ് ഉണ്ടാവുക. ഈ ഭാഗത്ത് ഇതാ ഇങ്ങനെയാവും എഞ്ചിൻ നമ്പർ ഉണ്ടാവുക. അപ്പോൾ കറക്റ്റ് RC ബുക്കിലുള്ളത് പോലെ തന്നെയാണോ ഇതിലുള്ളത്, ഒരക്കം വിടാതെ, ഒരു നമ്പർ മാറാതെ നിങ്ങൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം. പിന്നുള്ളതാണ് നമ്മളെ ചേസ് നമ്പർ. ചേസ് നമ്പർ വണ്ടീൻ്റെ ഈ ഭാഗത്തായിട്ട് ആണ് ഉണ്ടാവുക ചേസ് നമ്പർ. അതും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് RCയിൽ നോക്കിയിട്ട് കറക്റ്റ് ചെക്ക് ചെയ്യണം. ഇതൊക്കെ തെറ്റിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. പിന്നെ നമുക്ക് റിന്യൂവൽ പോലും എടുക്കാൻ പറ്റില്ല. പിന്നെ ഉള്ളതാണ് നമ്മളെ ക്യൂബ് കപ്പാസിറ്റി, CC. വണ്ടിയുടെ CC പ്രോപ്പർ ഇപ്പോൾ 135 CC 135 ആണെന്നുണ്ടെങ്കിൽ 132 CC ആണ് RCയിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ 100 CC ആണെങ്കിൽ 98 CC ആണ് ഉണ്ടാവുക. അപ്പോൾ വണ്ടിയുടെ കറക്റ്റ് CC ആണോ എന്ന് നമ്മൾ സിലിണ്ടറിന്റെ അടിഭാഗത്ത് കറക്റ്റ് എത്ര CC ആണെന്ന് കൊടുത്തിട്ടുണ്ടാവും. RCയിലുള്ള CC തന്നെയാണോ എന്നും കൂടി ചെക്ക് ചെയ്യുക. എൻ്റേത് ഇപ്പോൾ 132 CC എന്ന് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ RCയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡീറ്റെയിൽസ് ഓഫ് ടാക്സ് പെയ്ഡ്. ടാക്സും രജിസ്ട്രേഷൻ വാലിഡിറ്റിയും തെറ്റിയിട്ടുണ്ടോ, ഡേറ്റ് തെറ്റിയിട്ടുണ്ടോ ശ്രദ്ധിക്കുക. പെയ്ഡ് ഫ്രം ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവും ടു ഇത്ര ഡേറ്റ് വരെയാണ് അതിൻ്റെ ഡേറ്റ് കൊടുക്കുക. 5 കൊല്ലത്തിനാണ് ടാക്സ് ഉണ്ടാവുക, ടാക്സ് അടക്കേണ്ട ഡേറ്റ് വരിക. അപ്പോൾ അത് തെറ്റിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. തെറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഫൈനൊക്കെ വരുന്നുണ്ട്, അത്യാവശ്യം ഫൈൻ വരും, പോലീസ് നോക്കിയാലും സീനാണ്. അതേപോലെ തന്നെ രജിസ്ട്രേഷൻ വാലിഡിറ്റിയും ശ്രദ്ധിക്കുക. എത്രയിനാണ് വാലിഡിറ്റി അവസാനിക്കുന്നത്, അടുത്ത റിന്യൂവൽ ഡേറ്റ് എന്നാണെന്ന് ശ്രദ്ധിക്കുക. ഈ ഡേറ്റ് കഴിയുന്നതിനോട് അടുപ്പിച്ച് വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ പൈസ ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക. കാരണം റിന്യൂവൽ എടുക്കാൻ ക്യാഷ് ഇല്ലാതെ പിന്നെ ഡേറ്റ് കൂടി ഫൈനായി ആകെ പ്രശ്നമാവും. പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ വണ്ടി മൊത്തത്തിൽ ഓവറോൾ ലുക്ക് എങ്ങനെയുണ്ട്, എവിടെയെങ്കിലും വീണ്ടുണ്ടോ, ചതവുണ്ടോ, പൊട്ടിയുണ്ടോ, മൊത്തത്തിലൊന്ന് നോക്കുക. എപ്പോഴും സ്റ്റോക്ക് വണ്ടി എടുക്കാൻ ശ്രമിക്കുക. ഒറിജിനൽ സാധനങ്ങളുള്ള സ്റ്റോക്ക് വണ്ടി എടുക്കാൻ ശ്രമിക്കുക. അതാവും ഏറ്റവും ബെറ്റർ ഒരു വണ്ടി വാങ്ങുമ്പം. മൊത്തത്തിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം ബോഡിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്നോ ഒക്കെ മൊത്തത്തിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക. എവിടെയെങ്കിലും ചതവോ പൊട്ടലോ എന്തുണ്ടോ ഒക്കെ ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് എന്താണ് കാരണം എന്ന് ചോദിച്ച് മനസ്സിലാക്കുക. പിന്നെ പ്രധാനമായിട്ടും ചെക്ക് ചെയ്യേണ്ട ഒരു സംഭവമാണ് വണ്ടീൻ്റെ ടാങ്ക്. വണ്ടീൻ്റെ ടാങ്കിന് അത്യാവശ്യം വില ഉണ്ട്. അപ്പം നന്നായിട്ട് ടാങ്ക് ചെക്ക് ചെയ്യുക. ഈ അടിഭാഗത്ത് ഒരുപാട് RXന് പൊതുവേ എല്ലാ വണ്ടികൾക്കും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ലീക്ക് കാര്യങ്ങളൊക്കെ. പഴയ വണ്ടിയാണ്, അപ്പം നന്നായിട്ട് ശ്രദ്ധിക്കുക. ഈ അടിഭാഗത്ത് ലീക്ക് ഉണ്ടോന്നോ, അതേപോലെ തന്നെ നമ്മളെ ഈ പെയിന്റ് മുഴച്ച് നിൽക്കുന്നുണ്ടാവും, ബബിളായി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതിനൊക്കെ അർത്ഥം ലീക്ക് ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ പരമാവധി അവിടെ ഒന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ ടാങ്കിന്റെ ഉൾഭാഗം തുറന്ന് നോക്കിയിട്ട് ചെക്ക് ചെയ്യണം. ടാങ്കിന്റെ ഉൾഭാഗത്ത് തുരുമ്പ് വരാൻ സാധ്യതയുണ്ട്. എല്ലാ വണ്ടികൾക്കും കണ്ടുവരുന്ന ഒരു പ്രശ്നം. അതിന്റെ വണ്ടിയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഒരു കറ രൂപത്തിലുണ്ടോ, അത് ഓവറായിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ്. ഇത് പെട്രോള് വണ്ടിയിൽ നിന്ന് ടാങ്കിൽ നിന്ന് ഇറങ്ങണ തടയും. അങ്ങനെ ആ കരടൊക്കെ കാർബറേറ്ററിൽ കുടുങ്ങി വണ്ടി സ്റ്റാർട്ടാവില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ടാങ്കിന്റെ ഉൾഭാഗം പ്രോപ്പറായിട്ട് തുറന്നിട്ട് തുരുമ്പ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സാധനമാണ് കാർബറേറ്റർ. കാർബറേറ്റർ ഒറിജിനലാണെന്ന് നോക്കുക. ഒറിജിനലിൻ്റേതായ വില ഉണ്ട്. അപ്പോൾ എൻ്റെതൊക്കെ ഒരു ഡൂപ്ലി കാർബറേറ്റർ ഞാൻ ഇട്ടതാണ്. അപ്പോൾ ഒറിജിനലാണോ എന്ന് ശ്രദ്ധിക്കുക.
എല്ലാം ഉണ്ടെങ്കിൽ പണി കിട്ടും. മാർക്കറ്റിൽ തന്നെ ചീപ്പസ്റ്റ് കാർബറേറ്ററായിട്ട് അവൈലബിൾ ആയ സാധനമാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അത് നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. ലീക്ക് കാര്യങ്ങൾ അതേപോലെ തീരെ മൈലേജും ഉണ്ടാവില്ല, വെറുതെ എണ്ണ കുടിക്കാനല്ലാതെ വേറെ നിവർത്തില്ല. അപ്പോൾ ഒറിജിനൽ കാർബറേറ്റർ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തില്ലാണ്ടെങ്കിൽ പിന്നെ കാർബറേറ്റർ നല്ല വിലയാണ്, 3000 4000 അങ്ങനെ കാർബറേറ്ററിൻ്റെ വില പോവാണ്. ഒറിജിനൽ കാർബറേറ്റർ ആണെങ്കിൽ ചെക്ക് ചെയ്യണം. പിന്നെ സൈലൻസർ സ്റ്റോക്ക് ആണെന്ന് ശ്രദ്ധിക്കുക. സ്റ്റോക്ക് സൈലൻസർ ഇങ്ങനെ ഉണ്ടാവുക. ഇതല്ലാന്നുണ്ടെങ്കിൽ കാറ്റ് സിലിണ്ടർ ആണെങ്കിലും കുഴപ്പമില്ല, ഈ 2 സൈലൻസറും ലീഗലാണ്. പിന്നെ ചാമ്പർ, പവർ ചാമ്പറൊക്കെ ഇല്ലീഗലായിട്ടുള്ള സംഭവമാണ്. പിന്നെ സൈഡ് ഗാർഡ്, ഇത് ഫൈബറിൻ്റെ സാധനമാണ്, നല്ലോണം ശ്രദ്ധിക്കുക. പൊട്ടിയിട്ടുണ്ടാവാൻ സാധ്യതകൾ കൂടുതലാണ്. സെഡിനൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കൂടുതലും ഫൈബർ ഗാർഡൊക്കെയാണ് 2 സൈഡിലുള്ളത്. അപ്പോൾ അത് പൊട്ടിയിട്ടുണ്ടോ, വീണാൽ പെട്ടെന്ന് പൊട്ടും. ഇപ്പം എൻ്റെത് കണ്ടാൽ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും പൊട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ് ഈ ഫൂട്ട് റെസ്റ്റ്. ഈ ഫൂട്ട് റെസ്റ്റിനെ എല്ലാ RX-നും Z-നും ഒക്കെ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. ഈ ഫൂട്ട് റെസ്റ്റിന് ഒരു ഇളക്കം വരും. സ്റ്റാൻഡും സെൻറ്റർ സ്റ്റാൻഡൊക്കെ ഒരുമിച്ചിട്ട് നമ്മൾ തട്ടി അതിന് ഇളക്കം വരും. ഈ ഇളക്കം ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒട്ടുമിക്ക RX-നും Z-ലൊക്കെ കണ്ടുവരുന്നതാണ് ഡിസ്ക്. എല്ലാവരും എക്സ്ട്രാ ഫിറ്റിംഗ് കയറ്റാറുണ്ട്. അത് ചിലർ ഷോക്ക് വെക്കാറുണ്ട്. ഇത് പ്രോപ്പർ ചെക്ക് ചെയ്ത് നോക്കണം. ഡിസ്കൊക്കെ വർക്കാണോ നിങ്ങൾ ഓടിച്ചു നോക്കുമ്പോൾ ഒക്കെ ചെക്ക് ചെയ്ത് നോക്കണം. ഷോക്ക് വെക്കുന്ന വണ്ടിയിൽ ഫ്രണ്ട് ബ്രേക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല, അതുകൊണ്ട് നല്ലോണം ചെക്ക് ചെയ്യണം. ഇനിയാണ് ഒരു പ്രധാനപ്പെട്ട സംഭവം, എൻജിൻ കണ്ടീഷൻ. എൻജിൻ കണ്ടീഷൻ പ്രോപ്പറായിട്ട് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ കിക്കറിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ടൈറ്റ് തോന്നും നമുക്ക്. അത് അടിഭാഗത്താണ് ഈ ടൈറ്റ് തോന്നുന്നു എന്നുണ്ടെങ്കിൽ ഏകദേശം എൻജിൻ പണിയായിക്കണെന്നാണ് അർത്ഥം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പം മുകളിൽ തന്നെ തോന്നും ഒരു ടൈറ്റ്. ഈ ലെവലിലൊക്കെയാണ് സ്റ്റാർട്ടാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ എൻജിൻ പക്ക കണ്ടീഷൻ ആവും. അതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചോക്കും ആക്സിലേറ്ററും യൂസ് ചെയ്യാതെ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനത്തെ വണ്ടി പെർഫെക്റ്റ് കണ്ടീഷൻ എൻജിനാവും. അതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എൻജിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും സൗണ്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും പിസ്റ്റൺ അടിക്കുക, എന്തെങ്കിലും ഉള്ളുന്ന സൗണ്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ക്ലച്ചിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കണം. ഓടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം ടൈറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. ക്ലച്ച് ഡിസ്കിനൊക്കെ നല്ല റേറ്റാണ്, നല്ലോണം പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. നമ്മൾ 4ാമതായി ചെക്ക് ചെയ്യാൻ പോകുന്നത് വണ്ടിക്ക് ഓയിൽ ലീക്ക്, തുരുമ്പ് അങ്ങനത്തെ കാര്യങ്ങളുണ്ടോയെന്നാണ്. ആദ്യം നമ്മൾ ഓയിൽ ലീക്ക് ഉണ്ടോ നോക്കണം. ഫോർക്കിലാണ് ഓയിൽ ലീക്ക് ഉണ്ടോ നോക്കേണ്ടി. അതൊന്ന് പൊന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫോർക്കിന് എന്തെങ്കിലും ഓയിൽ ലീക്ക് ഉണ്ടോയെന്നോ, ഫോർക്ക് പോയിട്ടുണ്ടോയെന്നോ, അതിൻ്റെ സസ്പെൻഷൻ പോയിട്ടുണ്ടോയെന്നൊക്കെ നോക്കണം. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ എപ്പോഴും ഓയിൽ ലീക്ക് വരാൻ സാധ്യതയുള്ള ഏരിയയാണ്. ഇവിടെ ഓയിൽ ലീക്ക് ഉണ്ടോ, അതുപോലെ തന്നെ ഈ കിക്കറിൻ്റെ ഗ്യാപ്പിൽ എഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് ഓയിൽ ഇറങ്ങുന്നുണ്ടോ, ഓയിൽ സീൽ പോയിട്ടുണ്ടോ എന്നൊക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു ഏരിയയിലൊക്കെ കണ്ടില്ലേ ഓയിൽ ലീക്ക് വരുന്ന ഏരിയയാണ് ഈ ഏരിയയിലൊക്കെ ഓയിൽ ലീക്ക് വരുന്നുണ്ടോ എന്ന് നോക്കുക. അതേപോലെ ഈ ഗിയറിൻ്റെ ഇടയിൽ ഓയിൽ ലീക്ക്, ഓയിൽ സീലൊക്കെ പോയിട്ടുണ്ടോ എന്ന് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. പിന്നെ അതേപോലെ എൻജിൻ്റെ അടിഭാഗം പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യണം. അടിഭാഗത്ത് ലീക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ആ ഏരിയയിലൊക്കെ ചെറിയ ലീക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ എൻജിൻ ഓയിൽ റിമൂവ് ചെയ്യണ നെറ്റ് ലൂസാണോ എന്നൊക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. ലീക്കേജൊക്കെ ശ്രദ്ധിച്ച് ചെക്ക് ചെയ്തതിന് ശേഷം വണ്ടിക്ക് തുരുമ്പുണ്ടോ എന്ന് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. എന്താ വെച്ചാൽ ചേസിന് എപ്പോഴും തുരുമ്പ് വരാൻ സാധ്യതയുണ്ട്. പഴയ വണ്ടിയാണ്. എൻ്റെ വണ്ടി ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഈ ടാങ്കിൻ്റെ അടിഭാഗത്തുള്ള ചേസിനൊക്കെ തുരുമ്പ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ചേസിന് തുരുമ്പുണ്ടോ എന്നൊക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. എല്ലായിടത്തും നല്ല രീതിയിൽ ചെക്ക് ചെയ്ത് നോക്കണം. ചേസിന് എപ്പോഴും തുരുമ്പ് വരും, എല്ലാ RX-നും കണ്ടുവരുന്നതാണ്. പിന്നെ അത്രയും മെയിൻറ്റെയിൻ ചെയ്യുന്ന വണ്ടികൾക്കേ തുരുമ്പ് വരാതിരിക്കുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ചെക്ക് ചെയ്യുമ്പോൾ ഈ ബാക്ക് സൈഡൊക്കെ നന്നായിട്ട് ചെക്ക് ചെയ്യാം. സീറ്റ് മൂരി നോക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്ത് നോക്കുക. സീറ്റിൻ്റെ അടിഭാഗത്തുള്ള ചേസിൽ എപ്പോഴും തുരുമ്പ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ എൻ്റെ വണ്ടീൻ്റെ കണ്ടോ ഈ സൈലൻസറൊക്കെ റെസ്റ്റ് ആയിട്ടുണ്ട്. അടിഭാഗത്ത് ഈ ചേസിനൊക്കെ റെസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ചേസും മൊത്തത്തിൽ റെസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കും. അതുപോലെ തന്നെ വീലും നന്നായിട്ട് ചെക്ക് ചെയ്യുക. കാരണം നോർമൽ വീലായതുകൊണ്ട് തുരുമ്പ് കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നന്നായിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ അവസാനത്തെ സംഭവമാണ് വണ്ടീൻ്റെ ബാറ്ററി, ഇലക്ട്രിക് വർക്ക്സ് ഒക്കെ.
അതിൽ ഫസ്റ്റ് നോക്കുന്നത് നമ്മൾ സ്പീഡോമീറ്ററാണ്. സ്പീഡോമീറ്റർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഓടിച്ച് നോക്കുമ്പോൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലത്തെ മീറ്റർ ബോർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക. അതേ സൈഡിലുള്ള ഈ ലൈറ്റ് ഇൻഡിക്കേഷനൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക. അതേപോലെ ഹോൺ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക. ഹെഡ്ലൈറ്റ് ഒക്കെ കത്തുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതേപോലെ ഡിമ്മ് ബ്രൈറ്റ് ഒക്കെ ചെക്ക് ചെയ്ത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അതേപോലെ ബാക്കത്തെ ടെയിൽ ലാമ്പും കത്തുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. ബ്രേക്കൊക്കെ ചവിട്ടുമ്പോൾ കറക്റ്റ് ടെയിൽ ലാമ്പ് കത്തുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളൊരു RX എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് നിങ്ങൾ വണ്ടി വാങ്ങിയാൽ നിങ്ങൾക്ക് നല്ലൊരു വണ്ടി കിട്ടും. എല്ലാം ഉണ്ടെങ്കിൽ 8ന്റെ പണി കിട്ടാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറയാതെ പോയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്താണെങ്കിലും അടിയിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനിയും നല്ല വീഡിയോസായി വീണ്ടും കാണാം. ബൈ.